കാവുങ്കൽ ഗ്രാമീണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷം സെപ്റ്റംബർ 1 മുതൽ 12 വരെ നടക്കും. ഇനി 12 നാൾ ഗ്രാമം ഉത്സവലഹരി. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കാവുങ്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് 77 മുതൽ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ഗ്രാമീണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, 77 അത് വിക്ടറി എന്ന ക്ലബ്ബായിരുന്നു. അതിനുശേഷം കുട്ടികളെ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു പന്ത് തട്ടിക്കളി എന്നുള്ള രീതിയിൽ അന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ന് 50ൻ്റെ നിറവിൽ എത്തി നിൽക്കുന്നത്. ഈ 50 വർഷത്തെ അതിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെയധികം ഈ പ്രാദേശികമായിട്ട് വളരെയധികം ആൾക്കാർക്ക് തൊഴിൽ നേടിക്കൊടുക്കുവാനും, ഇവിടെ ഇപ്പോൾ കാവുങ്കൽ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വീട്ടിലൊരു സർക്കാർ ജീവനക്കാരനെങ്കിലും ഉള്ള വീടുകളാണ് കൂടുതൽ. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു നല്ലൊരു വേദി, കുട്ടികളെ മറ്റ് ഇതിലേക്ക് പോകാതെ ആ സ്പോർട്സിൻ്റെ ഒരു രീതിയിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് അതിൻ്റെ ചിട്ടയായ അച്ചടക്കത്തോടുകൂടിയും മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ട് 50 വർഷം പൂർത്തിയാക്കി. ഗ്രാമീണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രൂപീകൃതമാകുന്നത് 1975-ലാണ്. അന്ന് 2 ക്ലബ്ബുകൾ നിലവിലുണ്ടായിരുന്നു. വിക്ടറി എന്ന പേരിൽ യുവാക്കൾ രൂപം നൽകിയ ഒരു സംഘടനയും പ്രഭാത് എന്ന പേരിൽ കുട്ടികൾ സംഘടിപ്പിച്ച ഒരു സംഘടനയും കേവലം കായിക വിനോദത്തിനായി കാവുങ്കൽ ക്ഷേത്ര മൈതാനിയിൽ വോളിബോൾ, ഫുട്ബോൾ തുടങ്ങിയ കായിക വിനോദങ്ങളിൽ മാത്രം ഒരുങ്ങുന്ന പ്രവർത്തനമാണ് ഉണ്ടായിരുന്നത്. 1975-ൽ ആദ്യമായി 2 സംഘടനകളും സംയുക്തമായി ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടുകയും ഒന്നായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പുതിയ സംഘടനയ്ക്ക് ഗ്രാമീണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന പേരും നൽകി. സാമൂഹ്യ, സാംസ്കാരിക, കായിക രംഗങ്ങളിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഗ്രാമീണ കാഴ്ചവെച്ചു. ആദ്യമായി ഫുട്ബോൾ ടൂർണമെന്റ് നാട്ടിൻപുറത്ത് സംഘടിപ്പിച്ചത് ഗ്രാമീണയാണ്. തുടർന്നുള്ള വർഷങ്ങളിൽ മുടക്കം കൂടാതെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഫുട്ബോൾ ടൂർണമെന്റും കായിക കലാമത്സരങ്ങളും സംഘടിപ്പിച്ചു. കാവുങ്കൽ ഗ്രാമത്തിന്റെ തിലകക്കുറിയായി നിലകൊള്ളുന്ന ഗ്രാമീണയുടെ 5 പതിറ്റാണ്ടിനുള്ളിൽ ഗ്രാമീണയ്ക്ക് DFA അംഗീകാരമുള്ള ഒരു ക്ലബ്ബും ഒരു ഫുട്ബോൾ അക്കാദമിയും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഇതിൽ നിന്നും ആലപ്പുഴ ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ള കുട്ടികൾ നിരവധിയാണ്. സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് വിവിധങ്ങളായ പരിപാടികളാണ് സംഘാടക സമിതി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 26-ന് ജില്ലാതല അത്തപ്പൂക്കളം മത്സരത്തോടെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. സെപ്റ്റംബർ 1-ന് രാവിലെ മാരത്തോൺ, വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്ര, അതോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും. കലാസാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. നാടിൻ്റെ ഉത്സവമായിരുന്നു ഗ്രാമീണയുടെ പരിപാടി എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും കൊല്ലമായിട്ട് 50 വർഷമായിട്ട് അഭംഗരം അനുസ്യൂതം ഈയൊരു പരിപാടി കൊണ്ടുപോയിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നല്ല നല്ല കൈകളിൽ എത്തിപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇല്ലേ കടാവിളക്ക് പോലെ, കണ്ണിലെ കൃഷ്ണമണി പോലെ അതിനെ ഇന്നും അഭംഗുരം ഈ തലത്തിൽ, ഈ വളരെ പുരോഗമനാത്മകമായ കാലഘട്ടത്തിന് അനുയോജ്യമായ തലത്തിൽ അതിനെ എത്തിക്കുവാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ വളരെ അഭിമാനാർഹമാണ്. തൊഴിലാളികൾ മാത്രം ഉണ്ടായിരുന്ന ഒരു ഗ്രാമം, ആ പ്രദേശത്തേക്ക് ഈ 2 പ്രസ്ഥാനങ്ങൾ, ഗ്രാമീണയും അതേപോലെ തന്നെ കാവുങ്കൽ ഗ്രന്ഥശാലയും രണ്ടും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ ഒരു PSC പരിശീലനത്തിലേക്ക് വന്നു. അതിൻ്റെ വെളിച്ചമാണ് ഓരോ വീടുകളിലും 1 or 2 സർക്കാർ ഉദ്യോഗസ്ഥരെന്ന തലത്തിലേക്ക് നമ്മുടെ നാട് വളർന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഈ നാടിനുള്ള നന്മകളെല്ലാം ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് 3 ദിവസം കലാപരിപാടി, പിന്നെ ഒരു സാംസ്കാരിക സമ്മേളനം, സാംസ്കാരിക ജാഥ, ഇതെല്ലാം സംഘടിപ്പിച്ചിട്ട് ഇതിന് സാംസ്കാരിക സമ്മേളനം 1-ാം തീയതിയാണ്. അങ്ങനെ ഏറ്റവും നിബിഡമായ ഒരു ടൂർണമെൻ്റായിരുന്നു നമ്മൾ 4 പ്രമുഖ ടീമുകളെ വെച്ചുകൊണ്ട് നമ്മുടെ പുതിയ ഗ്രൗണ്ടിൽ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ക്യാമ്പിൽ ഉൾപ്പെടെ എത്തിച്ചേർന്ന വനിതാ ഫുട്ബോൾ താരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 4 ടീമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടൂർണമെൻറ്റ് 49 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഒരു പ്രസ്ഥാനം 10 മുതൽ 10 നാളുകൾ അല്ലെങ്കിൽ 11 നാളുകളിൽ ഈ നടത്തി വരുന്ന അത്തപ്പൂക്കളം, അതിനും ഒരു വലിയ സമ്മാനം 25,000 രൂപ ഒന്നാം ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് 15,000, തേർഡ് പ്രൈസ് 10,000 രൂപ. അതുപോലെ തന്നെ ഫ്യൂഷൻ തിരുവാതിര മത്സരത്തിനും കൊടുക്കുന്നത് പ്രൈസ് 10,000 രൂപ, 5,000 രൂപ എന്ന നിലയിൽ. അതുപോലെ തന്നെ വനിതാ ഫുട്ബോൾ മത്സരത്തിൻ്റെ വിജയികൾക്കും ക്യാഷ് പ്രൈസ്, ചാമ്പ്യൻസ് ഫുട്ബോൾ മത്സരത്തിൽ അതിലും ക്യാഷ്, അങ്ങനെ വളരെ വിപുലമായ സമ്മാനങ്ങൾ തന്നെ 3 ലക്ഷം രൂപയോളം രൂപ നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുത്തുകൊണ്ടാണ് ഈ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്.